അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. കരിമ്പുഴയെ വീണ്ടെടുക്കാൻ സംയുക്ത ദൗത്യവുമായി മൂത്തേടം കരുളായി ഗ്രാമപഞ്ചായത്തുകൾ. ഇരു പഞ്ചായത്തുകളുടെയും അതിർത്തി പങ്കിടുന്ന കരിമ്പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ട വനവും പ്രളയമാലിന്യങ്ങളും നീക്കം ചെയ്യാൻ പദ്ധതി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. അതിന്റെ ഭാഗമായി മൂത്തേടം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പുഴ സന്ദർശിക്കുകയും ഇരു പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പ്രാഥമിക യോഗം ചേർന്ന് ചർച്ച ചെയ്യുകയും ചെയ്തു. 10 വർഷത്തോളമായി കരിമ്പുഴയുടെ മധ്യത്തിൽ കാട് വളരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ സംരക്ഷിത വനത്തിന് സമാനമായ അവസ്ഥയിലാണ്. മുളങ്കൂട്ടം ഉൾപ്പെടെയുള്ള കാടുകളാണ് പുഴമധ്യത്തിൽ വളർന്നിട്ടുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പാലാങ്കരയിലെ ജനകീയ കൂട്ടായ്മ കാടുകൾ വെട്ടിമാറ്റി ഒരു പരിധിവരെ പരിഹാരം കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അതിന്റെ 10 മടങ്ങ് ഉയരത്തിലാണ് വീണ്ടും കാടുകൾ വളർന്നിട്ടുള്ളത്. 2019 പ്രളയത്തിൽ ഇവിടെയുള്ള കാടുകളിൽ വന്നടിഞ്ഞ ചെളിയും മറ്റും കാടുകൾ കൂടുതൽ വളരാൻ കാരണമായി. കരുളായി വനത്തിൽ നിന്ന് വരുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഇടത്താവളമാവുന്ന ഈ കാട് മദ്യം, മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സ്ഥിരം കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കൂടാതെ കരുളായി പാലത്തിന് ചേർന്ന് വളർന്ന മരങ്ങൾ പാലത്തിന് ഭീഷണിയാവുന്നതോടൊപ്പം വരുന്ന വർഷക്കാലത്ത് ഇരു പഞ്ചായത്തിന്റെയും പുഴയോരത്തെ ഗ്രാമങ്ങളിൽ പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും ഏറെയാണ്. ഇവയെല്ലാം പരിഗണിച്ചാണ് പുഴമധ്യത്തിലെ കാടും പ്രളയമാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള ആവശ്യവുമായി ഇരു പഞ്ചായത്തുകളും രംഗത്ത് വന്നിട്ടുള്ളത്. പഞ്ചായത്തിന്റെയും കരുളായി പഞ്ചായത്തിന്റെയും അതിർത്തിയിലൂടെ പോകുന്ന ഈ കരിമ്പുഴ പണ്ട് കാലങ്ങളിൽ വളരെയധികം ജലസമൃദ്ധമായിരുന്നു. വള്ളംകളികളൊക്കെ നടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ സമീപ പ്രദേശത്ത് മണലടിഞ്ഞിട്ടും അതുപോലെ തന്നെ കുറ്റിച്ചെടികളൊക്കെ വന്ന് വലിയ കാടായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രയാസം എന്ന് വെച്ചാൽ ചെറിയ ഒരു മഴ വരുമ്പോഴേക്കും പ്രളയമുണ്ടാകുന്നു. അതുപോലെ തന്നെ മാഷ് സൂചിപ്പിച്ചതുപോലെ പകൽ സമയത്ത് പോലും ആന അടക്കമുള്ള വന്യമൃഗങ്ങളിവിടെ ശല്യം ചെയ്യുന്നു. ഈ നാട്ടിലേക്ക് പ്രവേശിക്കുന്നു പന്നി, ആന ഒക്കെ ശല്യം നമുക്ക് വളരെ രൂക്ഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ ദ്രോഹികളുടെ, മദ്യപാനികളുടെയും അതുപോലെ തന്നെ മയക്കുമരുന്ന് ടീമിൻ്റെ ഒക്കെ ഒരു കേന്ദ്രമായിട്ട് ഈ പ്രദേശം മാറിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു പ്രതിഫലം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ കാട് മാറ്റുകയും അതുപോലെ തന്നെ ഇതിലടിഞ്ഞുകൂടിയ മണ്ണുകൾ മാറ്റിയെടുക്കൽ അനിവാര്യമാണ്. അതിന് അധികാരികൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തുകൊണ്ട് കളക്ടറെയും അതുപോലെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. കരിമ്പുഴയിൽ മൂത്തേടം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്സത്ത്, വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നേതൃത്വത്തിൽ അടങ്ങുള്ള ടീമുകൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കരിമ്പുഴ സന്ദർശിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ കരിമ്പുഴ 2018 ശേഷം നമ്മുടെ ഈ പുഴയുടെ അവസ്ഥ വലിയ ദയനീയമാണ്. ഇപ്പോൾ ഈ കരിമ്പുഴയിൽ നമ്മൾ കാണുന്നത് വലിയ കാടുകൾ, കുറ്റിച്ചെടികൾ, അതുപോലെ തന്നെ മണലെല്ലാം ഇവിടെ അടിഞ്ഞിരിക്കുകയാണ്. വർഷക്കാലമായ നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മണലും കാടുകളും ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് വെള്ളപ്പൊക്കത്തിന് വലിയൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പകൽ സമയങ്ങളിലൊക്കെ ഇവിടെ വലിയ കാടായതുകൊണ്ട് ആന അടക്കമുള്ള വന്യമൃഗങ്ങൾ ഇവിടെ സ്വൈരവിഹാരം നടത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുള്ളത്. അതുകൊണ്ട് മൂത്തേടം പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ ഒരു തീരുമാനമെടുത്തു. കരുളായി പഞ്ചായത്തും മൂത്തേടം പഞ്ചായത്തും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മന്ത്രിമാർക്കും കലക്ടർക്കും ഒരു നിവേദനം കൊടുത്തുകൊണ്ട് പാലാങ്കരയിലെ ഈ കരിമ്പുഴയുടെ കാടും മണലും നീക്കം ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു നിവേദനം, ഒരു പ്രമേയം ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞങ്ങളിവിടെ ഈ കരിമ്പുഴ സന്ദർശിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ കരുളായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ആദ്യഘട്ടമെന്ന നിലയ്ക്ക് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹഫ്സത്ത്, വൈസ് പ്രസിഡന്റ് വി പി അബ്ദുറഹ്മാൻ, വാർഡ് മെമ്പർ ടി ജി രാജു മാസ്റ്റർ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുബൈദ കുരമ്പയിൽ, അംഗങ്ങളായ ഹരിദാസൻ, വി പി ബഷീർ, സുനിത പ്രകാശ്, രമിത, സുരേഷ് ബാബു, റീന, മൈമുന, കെ എം അനിൽ തുടങ്ങിയവരാണ് പുഴയിൽ സന്ദർശനം നടത്തിയത്. തുടർന്ന് കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീജിയുടെ അധ്യക്ഷതയിൽ ആലോചനാ യോഗവും ചേർന്നു. യോഗത്തിൽ ടി പി സിദ്ദീഖ്, സലീം മുണ്ടോടൻ, പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാഫി, മൂത്തേടം പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും സംസാരിച്ചു. ഇരു പഞ്ചായത്തിലെയും ആളുകളെ പങ്കെടുപ്പിച്ച് ജനകീയ യോഗം വിളിച്ചു ചേർത്ത് പുഴയിലെ കാടുകൾ ജനകീയ പങ്കാളിത്തത്തോടെ വെട്ടിമാറ്റുന്ന പ്രവൃത്തി ത്വരിതഗതിയിൽ നടപ്പാക്കാമെന്ന യോഗത്തിൽ തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂത്തേടം.